പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തും ദിക്റും അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറായാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂല എന്നുള്ളതാണ്. ഇത് ആത്മീയമായ ഒരു ഒറ്റമൂലിയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്നവർ, ഈ ഒരു ആയത്ത് ഓതാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പകർത്താൻ അത്രയും സമയമേ വേണ്ടിയുള്ളൂ. നിങ്ങളിത് പകർത്താൻ വേണ്ടി തയ്യാറായാൽ ഇന്ന് പല ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ വിസിബിലിറ്റിയുടെ ചിലപ്പോൾ ലോങ്ങിലേക്കുള്ള വ്യൂ അവർക്ക് കിട്ടുന്നില്ല, അത് ബ്ലറായിട്ട് കാണുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ലൈറ്റിലേക്ക് നോക്കുമ്പോൾ അതിന് ചുറ്റും കവേർഡായിട്ട് അല്ലെങ്കിൽ കൃത്യമായി ഒന്നും വായിക്കാൻ, അടുത്ത് പിടിച്ച് വായിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഇത് ഒരു ഒരു ആത്മീയമായ ഒരു ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കാം, കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ. ഇനി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളുകൾക്ക്, ജന്മന വൈകല്യമുള്ളവർക്ക്, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നങ്ങളുള്ളവർക്കും ഈ ആയത്തും ഈ ഒരു ഇസ്മും ഈ ഒരു ദിക്റും ജീവിതത്തിൽ പകർത്തിയാൽ വലിയ അനുഭവങ്ങളുള്ള ആയത്തുകളാണ്, ഇസ്മുകളാണ്, ദിക്റുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട്, കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഈ ഷുഗറൊക്കെ വന്നിട്ട് പ്രമേഹമൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് അത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വളരെ മൂല്യവത്തായ ഒരായത്തും ഒരു ദിക്റും ഒരു ഇസ്മൊക്കെയാണ്. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ പകർത്തി നോക്കുക. ഇതൊരു ആത്മീയമായ വഴിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പവിത്രമായ ആയത്താണ്. അപ്പോൾ ആ ആയത്തിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും ഷിഫയല്ലേ, ഏത് രോഗങ്ങൾക്കും ഷിഫ ആണല്ലോ. അപ്പോൾ അത് കാരണമായിട്ട് ഷിഫയാക്കാൻ കാരണമാകും. എത്രയോ അത്ഭുതങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ നേത്രരോഗങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവർ മൊബൈൽ ഫോൺ അവർക്ക് അനിവാര്യമായി ഉപയോഗിക്കേണ്ടി വരുന്നു. നമ്മളാണെങ്കിലും നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു മൊബൈൽ ഫോണിലാണ്. അപ്പോൾ ആ മൊബൈൽ ഫോണിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണിൽ നിന്ന് വരുന്ന, ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് അത് വില കുറഞ്ഞ ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് അത്രത്തോളം നമുക്കത് റിസ്ക്കാണ്, നമുക്ക് ഹാംഫുള്ളാണത്. നമ്മുടെ കണ്ണിനത് പ്രതികൂലമായി ബാധിക്കും അതിൻ്റെ ലൈറ്റ് സ്ഥിരമായി അടിക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ, ഈ ഇരുട്ടുള്ള സമയങ്ങളിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഹെൽത്തിൻ്റെ ആളുകൾ തന്നെ, ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, പ്രായമുള്ള ഉപ്പമാർ, ഉമ്മമാർ, അവരൊക്കെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഇനിയുള്ളൊരു ജനറേഷൻ, ഇപ്പോഴുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഇനി പ്രായമായി വരുമ്പോൾ അവർ ഇതിനേക്കാളും കൂടുതൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. കാരണം മുഴുവൻ സമയവും നമ്മൾ ഡിസ്പ്ലേയിലാണ് ചെലവഴിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുകൾ അധിക സമയവും സ്ക്രീനിലാണ്. സ്ക്രീനിങ് ടൈം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ തലവേദനയുള്ള ആളുകളൊന്നും ഈ സ്ക്രീനിങ് ടൈം കുറയ്ക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ക്രീനിങ് ടൈം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് റെസ്റ്റ് ഇല്ലാതെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയുള്ളൊരു ജനറേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇഷ്യൂസ് നല്ലോണം വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല മാർഗം, നമ്മൾ മാക്സിമം അത്തരം വിഷയങ്ങളെ തൊട്ട് മാറി നിൽക്കുക. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ സ്ക്രീനിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ ഇടയ്ക്കൊന്ന് സ്ക്രീൻ ഓഫ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പ്രകൃതി ഒന്ന് കാണുക, പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുക, ഇടയ്ക്ക് പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ കണ്ണിനൊരു ബ്രേക്ക്, ഒരു റെസ്റ്റ് കിട്ടണം. അങ്ങനെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ടൊക്കെ നോക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചാൽ കുറേയൊക്കെ ആ രൂപത്തിൽ നമുക്കതിന് പരിഹാരം ലഭിക്കും. നമ്മളിവിടെ പറയാൻ പോകുന്ന ആത്മീയമായൊരു വഴിയാണ്.
ഈ കണ്ണുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ തലവേദനയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനതുമായി ബന്ധപ്പെട്ട് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തലവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആത്മീയമായൊരു വഴിയും പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് നമ്മൾ തലവേദനയുള്ളവർ, ഈ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുള്ളവർ, തല മുഴുവൻ വേദന എടുക്കുന്നവർ, സൈഡിൻ്റെ ചില ഭാഗങ്ങളിൽ വേദനയുള്ളവർ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഫോളോ ചെയ്തപ്പോൾ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ 3-4 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ പിന്നെ എന്ത് പണിയെടുക്കാൻ പറ്റുള്ളൂ. ആ രൂപത്തിൽ തലവേദനയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത് ഫോളോ ചെയ്തിട്ട് അവർക്ക് മാറ്റങ്ങളുണ്ട് എന്ന് നമ്മളെ അറിയിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവർ കണ്ടാലേ കണ്ണുമായി ബന്ധപ്പെട്ടും തലവേദനയുമായി ബന്ധപ്പെട്ടൊക്കെ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിങ് ടൈം നമ്മൾ എത്രത്തോളം കുറക്കുന്നോ അത്രത്തോളം നമ്മുടെ കണ്ണിനത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിന് ഭാവിയിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്കൊക്കെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത മുമ്പത്തെ ജനറേഷൻ, മുമ്പത്തെ തലമുറകളേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അത് കൂടുതലാണെന്ന് പറയാൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ റൊട്ടീൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഏതു പ്രതിസന്ധികളോ രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ഒരു ആത്മീയമായ വഴിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖാഫ്, ഖാഫ് സൂറത്ത്, ആ ഖാഫ് സൂറത്തിൻ്റെ 22-ാമത്തെ ആയത്ത്, ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ആ ആയത്ത് കാണാതെ പഠിച്ചു വെക്കുക. ഏതാണ് ആയത്ത്? فكشفنا عنك غطاءك فبصرك اليوم حديد. فكشفنا عنك غطاءك فبصرك اليوم حديد. എഴുതിയിട്ടില്ല, ഞാൻ ആയത്ത് നമ്പർ അതിനാ പറഞ്ഞത്. ഖാഫ് സൂറത്ത്, ആ സൂറത്തിലെ 22-ാമത്തെ ആയത്ത്. ഈ 22-ാമത്തെ ആയത്ത് 7 തവണ അത് ചൊല്ലിയിട്ട് നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, പെരുവിരൽ, ഈ തള്ളവിരലിൽ ഊതുക. അത് ഓതിയിട്ട് തള്ളവിരലിൽ അങ്ങ് ഊതുക, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക. ഓരോ പ്രാവശ്യം തള്ളവിരലിലേക്ക് ഊതുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ഇങ്ങനെ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇഷ് എന്ന് പറഞ്ഞിട്ട് ഊതുക. ഇങ്ങനെ 7 ടൈംസ്, 7 തവണ റിപ്പീറ്റ് ചെയ്യുക, 7 തവണ ആവർത്തിക്കുക. ഇങ്ങനെ ആവർത്തിച്ച് അത് ഊതിയിട്ട് അത് കണ്ണിൽ തടവുക. അപ്പോൾ 7 തവണയും അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സൂറത്ത്, ഒരു രൂപം പറയാണ്, ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ് ഇഷ്ഫി. അത് നേരെ കണ്ണിൽ ഇങ്ങനെ തടവുക. ഇത് 7 തവണ ചെയ്യുക. ഇങ്ങനെ 7 തവണ ചെയ്തു കഴിഞ്ഞാൽ, അത് 2 കണ്ണിലും ഇങ്ങനെ തടവിക്കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ തീരുമെന്നുള്ളതും, ഇനി ഭാവിയിൽ ഇത് പതിവാക്കുന്ന ആളുകൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ അത് കാരണമാകും. വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തിൻ്റെ ഒരു മഹത്വമാണത്. ഇത് ചില മഹാന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഒരു വഴി അതാണ്. ഇത് നമുക്ക് ഏത് സമയത്തും ചെയ്യാം. ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചെയ്യലാണ് ഇത് ഏറ്റവും നല്ലത് ചെയ്യാൻ. ഒരാൾക്ക് സുബഹിക്ക് ശേഷം ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ അവർക്ക് മഗ്രിബിന് ശേഷം ചെയ്യാം. ഇനി ഓർമ്മയാകുന്ന സമയത്ത് ചെയ്യാം. എപ്പോഴും പ്രഭാതത്തിൽ എണീച്ച ഉടനെയൊക്കെ ചെയ്താൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ. അതേപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാങ്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, വാങ്ക് എന്നാണ് ശരിക്കും പറയേണ്ടത് കേട്ടോ, ബാങ്ക് എന്നല്ല. ശരിയായിട്ട് പറയേണ്ടത് വാങ്ക് എന്നാണ്. ഇനിയിപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ശീലിച്ച് അങ്ങനത് ആ അർത്ഥത്തിന് ബാങ്ക് എന്ന് പറഞ്ഞാലും വാങ്ക് കേൾക്കുന്ന സമയത്ത്, വാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം എത്തുമ്പോൾ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പദം കേൾക്കുമ്പോൾ, മർഹബം ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും കാണാം. മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദിക്ർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ ചൊല്ലിയിട്ട് 2 തള്ളവിരലിൽ, പെരുവിരലിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ ഊതി അതിങ്ങനെ തഖ്ബിൽ ചെയ്തിട്ട് 2 കണ്ണുകളിലും തടവുക. തടവിക്കഴിഞ്ഞാൽ
അത് ഒരുപാട് രോഗങ്ങൾക്ക് ഷിഫ ആണ്. കണ്ണുമായി ബന്ധപ്പെട്ടുള്ള സകല രോഗങ്ങൾക്കും ഷിഫ ആണ്. അത് കണ്ണിൽ പിന്നീട് തിമിരം ബാധിക്കൂല, മരണപ്പെടുന്നത് വരെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല എന്ന് വലിയ വലിയ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പരീക്ഷിച്ചു നോക്കിയിട്ട് പല മഹാന്മാർക്കും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ട് കാവലിനായിട്ടും അത്തരം രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ടും മഹാന്മാർ ഈ ഒരു ദിക്റിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ദിക്ർ? മർഹബം ബി ഹബീബി വ ഖുറത്തി അയ്നി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് തള്ളവിരലുകൾ ഇങ്ങനെ ചുംബിച്ച് അത് രണ്ട് കണ്ണുകളിൽ ഇങ്ങനെ തടവുക. മഹാന്മാർ, വലിയ വലിയ മഹാന്മാരൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. അപ്പോൾ രണ്ടു കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് ആ ഒരു ആയത്ത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് ഈ ഒരു ദിക്ർ, വളരെ പ്രധാനപ്പെട്ട ആ ദിക്ർ, അതും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നൊരു വിധം കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തൊട്ടൊക്കെ അത് പരിഹാരമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കിത് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. വേറെ ചില ഭാഗങ്ങളിൽ കാണാം, മർഹബം ബിക യാ ഹബീബി വ ഖുറത്ത ഐനി യാ റസൂലല്ലാഹ്. മർഹബൻ ബിക യാ ഹബീബി വ ഖുറത്ത ഐനി യാ റസൂലല്ലാഹ്. ഇത് ഒരാൾക്ക് മഹാനരായ ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം, ഖിളർ നബി പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു കൊടുത്തതാണെന്നൊക്കെ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കിതാബുകളിലൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ ദർസുകളിലൊക്കെ ഓതുന്ന ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിനൊരു വ്യാഖ്യാനമുണ്ട്. മുഹമ്മദ് ഷത്തദ്ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവരുടെ വ്യാഖ്യാനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്റുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വേറെയും പല ഇമാമുകളും പറഞ്ഞതും പല ആളുകളും പകർത്തിയതൊക്കെ മറ്റു ചില കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദിക്റുകൾ പകർത്തുക. അതോടുകൂടെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് മാസപ്പിറവി കാണുന്ന സമയം, ആ മാസപ്പിറവി കാണുന്നതിൻ്റെ ആദ്യ ദിവസം തന്നെ നമ്മൾ മാസം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാസം കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഡേ, ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് ദുൽഖഅദ മാസമാണല്ലോ. അപ്പോൾ ദുൽഖഅദ 29 മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ മാസം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു ചെറിയ കീറ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ 30 പൂർത്തിയായിട്ടാണെങ്കിലും ഫസ്റ്റ് 1, 2, 3 ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ തുടക്കത്തിലുള്ള മാസപ്പിറവി, ആ ഒരു ചന്ദ്രൻ്റെ ആ ചെറിയ ആ ഒരു പൊട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ആ ഒരു കീറ് കാണാൻ പറ്റൂല, ചന്ദ്രക്കീറ്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് കാണുന്നത്, അത് 1-ാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം, അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം, 3-ാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം. അങ്ങനെ കണ്ടതിന് ശേഷം നമ്മുടെ ഈ വലത് കൈ ഇങ്ങെടുത്ത്, വലത് കൈ നമ്മുടെ 2 കണ്ണുകളിൽ തടവിയിട്ട് ബിസ്മി കൂട്ടിയിട്ട് 7 ഫാത്തിഹ ഓതുക. അപ്പോൾ 1-ാമത്തെ ദിവസം മാസം കണ്ടു എന്നുണ്ടെങ്കിൽ ആ കാണുന്ന സമയത്ത് ഇതിങ്ങനെ കയ്യിൽ, വലത് കൈ ഇങ്ങനെ 2 കണ്ണുകളിലും തടവിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഇതൊരു 7 തവണ ഫാത്തിഹ ഇതേപോലെ ഓതുക. എന്നാൽ അത് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ പിൽക്കാലത്ത് വരാതിരിക്കാനും ഉള്ളവർക്കത് ഷിഫയാകാനും കാരണമാകും. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളെ തൊട്ടും അത് ഷിഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അടുക്കൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്തവർ, പെട്ടെന്ന് ഒരു 9-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് 2 വീലറിൽ പോയി ജോലി ചെയ്തിരുന്ന ആളാണ്. അല്ലാഹു വലിയ വലിയ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അദ്ദേഹം 2 വീലറിൽ പോയി ജോലി ചെയ്തിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ കാഴ്ചക്കൊരു പ്രശ്നവുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കട്ടെ. നമുക്കൊക്കെ അവർക്ക് കൊടുക്കാനുള്ള വാക്കിതാണ്. നമ്മൾക്ക് ആത്മാർത്ഥമായി ദുആയിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാസം കാണുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കാഴ്ചശക്തി
തിരിച്ചു കിട്ടാനും കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഷിഫയാകാനൊക്കെ കാരണമാകും. അള്ളാഹു ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളവർ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരമൊക്കെ യാ നൂറു യാ അള്ളാ, യാ ബസീറു യാ അള്ളാ, 2 പവിത്രമായ ഇസ്മുകളാണ്. യാ നൂറു യാ അള്ളാ, യാ ബസീറു യാ അള്ളാ. ഈ 2 ഇസ്മുകളെ 111 തവണ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ആ കാരണമായിട്ട് അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ കാരണമായിട്ടൊക്കെ നമുക്ക് വലിയ ഷിഫ ലഭിക്കാൻ കാരണമാകും. കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് അതൊക്കെ നിൽക്കും എന്നുള്ളതാണ്. ഇനി യാ നൂറു യാ അള്ളാ എന്നുള്ളത് 1000 തവണ ചൊല്ലാൻ പറ്റുന്നവരത് ചൊല്ലുക. ഒരുപാട് നേട്ടങ്ങൾ ആ ഇസ്മിനുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇൻഷാ അല്ലാ യാ നൂറു യാ അള്ളാ എന്നുള്ള ഇസ്മ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സലാമത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ.